എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല നല്ല പാട്ടുകളുമായിട്ടാണ് ടോപ്പ് സിംഗർ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ന് കുറച്ച് കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യവും കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ്, ഒന്നല്ല രണ്ട് പേര് ഇവിടെ എത്തുന്നുണ്ട്. അതാരാണെന്നുള്ളത് സർപ്രൈസ് ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ വഴിയേ അറിയും. അതിനു മുന്നേ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, നിത്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. വെൽക്കം. അപ്പൊ 3 പേരും ശ്രദ്ധിച്ച് കേട്ടിരുന്നോ? നമ്മുടെ പ്രേക്ഷകരും കേട്ടിരുന്നോ? ഞാൻ ഇന്ന് തുടങ്ങുമ്പോ പറഞ്ഞില്ലേ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന്. ഒന്നല്ല 2 പേരുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ഒരാളെയും വിളിക്കാൻ പോകണം. എന്നിട്ടൊന്ന് ഞെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ആളെ വിളിക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഒത്തിരി സ്നേഹമുള്ള ഒരാളാണ് വരാൻ പോകുന്നത്. നമ്മുടെ മലയാളികൾക്ക് എന്ന് പറയാൻ പറ്റില്ല, മലയാളി പ്രേക്ഷകർക്ക് മാത്രമല്ല, എല്ലാ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാവന ചേച്ചിയാണ് എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ഭാവന ചേച്ചി ഓൺ സ്റ്റേജ്. ഹായ് ഭാവന. ഹായ് ചേട്ടാ. നമസ്കാരം. ഹായ് ഭാവന. ഭാവന ചേച്ചി, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ഇന്ന് വന്നതിൽ. ഞങ്ങൾ കുറച്ചു നേരമായിട്ട് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആണോ? താങ്ക് യു സോ മച്ച്. എനിക്കൊരു മൂവി പ്രൊമോഷൻ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അതല്ലാതെ മുന്നേ വന്നിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. അതിന് മുമ്പ് വന്നിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. അതെ അതെ അതെ, അങ്ങനത്തെ ചില കടുങ്കൈകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഭാവന ചേച്ചി വെറുതെ വന്നിരിക്കുകയല്ല, നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊരു മൂവി, അതിനെപ്പറ്റി കൂടുതൽ അനോമിയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ടാണ് ഭാവന ചേച്ചി എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം എന്താണ് അനോമി? സോ അനോമി ആണ് ഇപ്പൊ ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഫിലിം. ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. മിസ്റ്ററി ഉണ്ട്, ഒരുപാട് ത്രില്ല് ചെയ്യിക്കുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ സൈഫൈ എലമെന്റ് ഉണ്ട്. ഞാൻ, പിന്നെ അതുപോലെ റഹ്മാൻ സർ, പിന്നെ വിഷ്ണു അഗസ്ത്യ, ഷെബിൻ ബെൻസൺ, ബിനു പപ്പു, അങ്ങനെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഒരുമിച്ച് വരുന്ന ഒരു ഫിലിമാണ്. റിയാസ് മാരാത്ത് എന്നൊരു പുതിയ ഡയറക്ടറാണ്. ആൾക്കാർക്ക് എല്ലാവർക്കും വളരെ അൺപ്രഡിക്റ്റബിൾ ആയ സർപ്രൈസിങ് ആയിട്ടുള്ള കുറേ എലമെന്റ്സ് ഉണ്ടാവുന്ന ഒരു ഫിലിമാണ് അനോമി. അത് ഇഷ്ടപ്പെടുന്ന, ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള എല്ലാ എലമെന്റ്സും അനോമിയിൽ ഉണ്ടാവും. എങ്ങനെയാണ് ഒരു സിനിമ സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ബേസിക്കലി നമ്മൾ ആ സ്റ്റോറി കേട്ട് ഇഷ്ടം തോന്നിയാൽ പിന്നെ ഒരു ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റ് വായിക്കുകയാണ്. ഇവര് റിയാസ് മാരാത്ത് വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ കഥ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പോൾ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ റിയാസ് മാരാത്ത് എനിക്ക് തോന്നുന്നു വളരെ ടാലന്റഡ് ആയിട്ടുള്ള, വളരെ സെൻസിബിൾ ആയിട്ടുള്ള, സിനിമയെ പറ്റി നോളജ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് വളരെ എളുപ്പം പറ്റി. അപ്പോൾ ആ ഒരു കൺവിൻസിങ് അല്ലെങ്കിൽ ഒരു കൺവിക്ഷൻ ഓഡിയൻസിനും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുൽഷൻ കുമാർ ടി സീരീസ്, അതുപോലെ പനോരമ, അതുപോലെ കോൺഫിഡന്റ് ഗ്രൂപ്പ്, എല്ലാവരും കൂടി ചേർന്നാണ്. ഇൻക്ലൂഡിങ് ഞാൻ അതിലൊരു പ്രൊഡക്ഷന്റെ ഭാഗമാണ്. അതെ അതെ. സോ അങ്ങനെ ഒരു നല്ല പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആക്ഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. റഹ്മാനൊക്കെ കൂടെ ആക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് കോൺഫിഡന്റ്ലി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സൈക്കോപാത്തിന്റെ ഒരു സൈക്കോപാത്ത് ത്രില്ലിംഗ് അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തു വന്ന ഒരു ക്യാരക്ടർ പോലെയല്ല. അതിൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ഞാൻ പ്ലേ ചെയ്യുന്നത്. സാറാ ഫിലിപ്പ്. ഭാവന ആദ്യമായിട്ടാണ് പ്രൊഡക്ഷൻ ടീമിലും ഒരു ഭാഗമാവുന്നത്? അതെ അതെ അതെ, ആദ്യമായിട്ടാണ്. എന്നുവെച്ചാൽ ഓഫ്കോഴ്സ് നവീൻ എന്റെ ഹസ്ബൻഡ് കുറെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ചെറിയ ഭാഗമായിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഈ ചിത്രത്തിൽ പാട്ടുണ്ടോ? നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പിന്നെ ഹർഷവർദ്ധൻ ആണ്. ആനിമൽ അർജുൻ റെഡ്ഡിയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടറാണ്. നമ്മൾ പറയുമ്പോ അങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു പാട്ട് അവിടെ അങ്ങനത്തെ ഒരു രീതിയല്ല. പക്ഷെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് ഈ പടത്തില്. അപ്പൊ അത് മാത്രമല്ല, ഭാവന ചേച്ചിയുടെ കൂടെ ഞാൻ പറഞ്ഞില്ലേ 2 പേരുണ്ടെന്ന്. ഇന്ന് ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഷെബിൻ ചേട്ടനാണ്. ഷെബിൻ ചേട്ടൻ എനിക്കൊന്ന് ഭാവന ചേച്ചിയുടെ ബ്രദർ ആയിട്ടാണോ? അതെ അതെ, എന്റെ അനിയനായിട്ടാണ് ഷെബിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഷെബിൻ ചേട്ടനും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ എനിക്ക് സ്പെഷ്യൽ സന്തോഷമുണ്ട്. നമുക്ക് വിളിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ലെറ്റ്സ് വെൽക്കം ഷെബിൻ ചേട്ടൻ ഓൺ സ്റ്റേജ്. വെൽക്കം ഷെബിൻ, ടോപ്പ് സിംഗർ സീസൺ 6. അപ്പൊ ചേട്ടാ, അനോമി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അനോമിന്റെ അതാണ് വിശേഷം. ഭാവനയുടെ സഹോദരനായിട്ടാണ്. അതെ അതെ അതെ, ഭാവന ചേച്ചിന്റെ ബ്രദർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ബ്രദർ.
ആണോ? അതെ അതെ അതെ. പറഞ്ഞു വരുമ്പോ ഒരു ഛായയൊക്കെ തോന്നുന്നുണ്ട്. അതെ, നേരെ അതാ. ഒന്നിച്ച് Thank you. നിന്നപ്പോൾ ഇങ്ങനെ. ഡയറക്ടറിനും തോന്നി അങ്ങനെ. Black ആണല്ലേ? ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് സിയാൻ ഫിലിപ്പ് എന്നാണ്. ഒരു ആഹാ. ശരിക്കുമുള്ള ഞാനല്ല അതിനകത്ത്. ഭയങ്കര പാവാണ്. ശരിക്കും ഞാൻ പാവമേ അല്ല. ഓ ഓ, അങ്ങനെ. ആഹാ. പാവമായിട്ട് അഭിനയിക്കുകയാണ് അല്ലേ? ഭയങ്കര ഒരു നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ഇമോഷണൽ ഡെപ്ത് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ആഹാ. ടീസർ കണ്ടിട്ടുണ്ടാവും തോന്നും. ആ. അപ്പം അതിനകത്തൊക്കെ കണ്ട മനസ്സിലാവും. അനോമി എന്ന് പറയുന്നത് ഇത് ആരുടെ പേരല്ല, പിന്നെന്താണ്? എൻ്റെ അടുത്ത് കഥ എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് റിയാക്ഷൻ ഇതായിരുന്നു, എന്ത് എന്നായിരുന്നു. കാരണം അനോമി എന്ന് പറയുന്നത് ഒരു ലാക്ക് ഓഫ് സോഷ്യൽ ഓർഡർ കൊണ്ടുവരുന്ന ഒരു നോംലെസ്നെസ് എന്നുള്ളൊരു അവസ്ഥയാണ്. ശരിക്കും സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന അവസ്ഥയ്ക്കാണ് അനോമി എന്ന് പറയുന്നത്. ആഹാ. സോ അങ്ങനെ ഒരു മാനദണ്ഡങ്ങളില്ലായ്മ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഏലിയനേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളൊരു കാര്യം ആണ് ഡയറക്ടറിന്റെ മനസ്സിലുള്ള ഒരു അനോമി. അനോമി. അതെ. ഓക്കെ. ഇപ്പൊ എന്തായാലും അനോമി സൂപ്പർ ഹിറ്റ് ആവട്ടെ. യെസ്. അതെ, ടോപ്പ് സിംഗറിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എല്ലാവരും ആ സിനിമ പോയി കാണുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. കാരണം അതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ രണ്ടുപേർക്കും വെൽക്കം. Thank you. ഓക്കെ ചേച്ചി, താങ്ക് യു. നമ്മുടെ ചെറുതെ ആൾക്കാരുടെ പാട്ട് നേരിട്ട് കേൾക്കാം. യെസ്. യെസ്. മീൻകുടാ, എന്തോ എന്റെ ഓർമ്മകൾ കുറച്ച് വർഷം ബാക്കിലോട്ട് പോവാണേ. ഓ. ഭാവന അഭിനയിച്ച ചില സിനിമകൾ, ആ. അതില് എന്റെ സംഗീതത്തിന്റെ ഭാവന ഉള്ള സിനിമകൾ. അപ്പൊ അതില് ഒന്ന് രണ്ട് പാട്ടുകൾ എനിക്ക് ഓർമ്മയുണ്ട്. ആ. ഒന്ന് മുത്തേ നിന്നെ കണ്ടിട്ടിന്നുള്ളിനുള്ളിൽ പൂവിട്ടല്ലോ പ്രേമവല്ലിപ്പൂ എന്ന് പറഞ്ഞ പാട്ട്. പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജ്, അതില് കിളികൾ പറന്നതോ എന്ന് പറഞ്ഞ ഇതെല്ലാം ഓർക്കുന്നു, പല പാട്ടുകളും. അപ്പോ ഭാവനയ്ക്കായിട്ട് ഇവിടെ മധു തന്നെയാണ് ആ പാട്ട് പാടിയത് പണ്ട്. ഞാനും സുചേച്ചി. നമുക്ക് ആ പാട്ട് ഭാവനയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. Yeah. ഭാവന എനിക്ക് എന്റെ ഓർമ്മയില് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അഭിനയിച്ചത് ഒരു ആൽബത്തിലല്ലേ, എനിക്കൊരു ഒരു മാപ്പിളപ്പാട്ട് സ്റ്റൈല്. അതെ 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 അല്ലേ? ഇത് പട്ടുറും എട്ടിലെന്താ പഠിക്കുന്ന ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊവിനോ അഭിനയിച്ചത് ഞാൻ പാടിയ ഒരു ആനപ്പാട്ടില്ല. ഓ എന്തൊക്കെ കണക്ഷനാ. അതെ, ഭയങ്കര ഐശ്വര്യത്തിൽ. അതെ 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 അതെ. മുത്തേ നിന്നെ കണ്ടിട്ടിന്നുള്ളിൽ മെല്ലെ പൂവിട്ടല്ലോ പ്രേമമല്ലിപ്പൂ. മല്ലിപ്പൂവേ എന്നും ചൊല്ലിക്കൊണ്ടെന്നിഷ്ടം കൂടാനെത്തും കള്ളനല്ലേ നീ. ഒന്നു കാണാൻ എത്ര നാളായി കാത്തിരുന്നെന്നോ കൂട്ടിനെത്തിയ പൂങ്കിന പെണ്ണേ. ഓ മുത്തേ നിന്നെ കണ്ടിട്ടിന്നുള്ളിൽ മെല്ലെ പൂവിട്ടല്ലോ പ്രേമമല്ലിപ്പൂ. മല്ലിപ്പൂവേ എന്നും ചൊല്ലിക്കൊണ്ടെന്നിഷ്ടം കൂടാനെത്തും കള്ളനല്ലേ നീ. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്ര വർഷം കഴിഞ്ഞിട്ടും അതിന്റെ ആൾക്കാർക്ക് അതിനുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി 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 വരുന്നതാണ്. ഇപ്പൊ ഈവൻ ഇപ്പൊ പോലും എനിക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമില് ടാഗ്സും മെൻഷൻസും റീലൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ വരുന്നത്. താങ്ക് യു സോ മച്ച്. എനിക്ക് അതിലൊരു ചെറിയ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോ ഇനി പാടാൻ എത്തുന്ന ആരെന്ന് അറിയാവോ? നമ്മളിപ്പോ സിനിമയുടെ കാര്യം പറഞ്ഞില്ലേ, അനോമിയിൽ ഒരു സൈക്കിക്, ഒരു അങ്ങനത്തെ സൈക്കോ ത്രില്ലർ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സൈക്കോപാത്ത് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ ടോപ്പ് സിംഗർ സീസൺ 6 തുടങ്ങിയ സമയത്ത് ഇപ്പൊ വരാൻ പോകുന്ന ആള് പാടാൻ വന്നു. എന്നിട്ട് സ്വന്തമായിട്ട് നമ്മളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഞാനൊരു സൈക്കോപാത്താണ് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരാൾ, നിങ്ങളുടെ സിനിമയ്ക്ക് പറ്റിയ ഒരാളാണ് വരാൻ പോകുന്നത്. മെലഡി റൗണ്ടുമായിട്ട് നമ്മുടെ ജ്വൽ കുട്ടി. ലെറ്റ്സ് വെൽക്കം ജ്വൽ മെരി ഓൺ സ്റ്റേജ്. ഹായ് ജ്വൽ. ഹായ് 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 ഹായ്. ഹായ് ഭാവന ചേച്ചി. ഹായ് ഹായ്. എന്താ സൈക്കോപാത്താന്ന് പറയാൻ കാരണം? ഇല്ല, ഞാനത് ഒരു തമാശയായിട്ട് പറയണേ. ആണോ? ഇടയ്ക്കിടയ്ക്ക് പറയും, പക്ഷേ പച്ചപ്പാവം കണ്ട കണ്ടാ ഭയങ്കര പാവാണെന്നാ പറയുന്നത്. പാവം നിന്നെ വിളിക്കരുത്. ഇവര് രണ്ടുപേരും ചേട്ടനും അനിയത്തിയാണ്. എക്സാക്ട്ലി. ഈ സൈക്കോപാത്തുകളുടെ വിജയം അതാണ്, കണ്ടാ പാവായിട്ട് തോന്നും. അതെ അതെ അതാ. രണ്ടുപേരെ സംശയാസ്പദമായി. യെസ്, സൈക്കോപാത്ത് ഏത് പാട്ടാ പറഞ്ഞേ? ആടിവാ കാറ്റ്. ആഹാ, സൂപ്പർ പാട്ടാണ്. സൂപ്പർ പാട്ട്. ഡീറ്റെയിൽസ് മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, ലിറിക്സ് ONV സർ, പാടിയത് ജാനകി അമ്മ, ഇയർ 1983. വെരി ഗുഡ്. മൂവി കൂടെവിടെ. ഈ സിനിമയിൽ റഹ്മാൻ സാർ, അതെ. റഹ്മാൻ സാർ, അതെ, ഈ റഹ്മാൻ സിനിമ സാറിന്റെ പാട്ടാണ്. കോയിൻസിഡൻസ്. കോയിൻസിഡൻസ്. എന്തെങ്കിലും പറയണ്ടോ ഭാവന ചേച്ചിയുടെ അടുത്ത്? പിന്നെ കുറെ കാര്യങ്ങൾ പറയാൻ. എന്താ എന്തെങ്കിലും പറ. ഞാൻ ചേച്ചിയുടെ ലേറ്റസ്റ്റ് അല്ല, ഇറങ്ങിയിട്ടില്ലല്ലോ,
അനോമി അതിന്റെ ടീസർ കണ്ടായിരുന്നു. ആ. ലൈക്ക് ഐ ലിറ്ററലി ലവ് മിസ്റ്ററി ആൻഡ് ഹൊറർ. Really? Yeah. Oh wow. It was kind of scary to me a little bit. But I like that. Thank you so ഞാൻ much. എന്നിട്ട് അത് കണ്ടിട്ട് ഞാൻ അമ്മയുടെ കാല് പിടിച്ച് എന്നെ ഇപ്രാവശ്യം ഒന്ന് കൊണ്ടുപോണേ. ഞാൻ ഇതുപോലെ കാല് പിടിച്ചിട്ടില്ല ആഹാ. സിനിമയ്ക്ക് നമുക്ക് പോയി. ഇങ്ങനത്തെ ഓഡിയൻസ് ആണ് വേണ്ടത്. Like അതെ literally അതെ അതാണ് ത്രില്ലർ ഐ മീൻ ഇത്രയും ചെറിയ കുട്ടികൾ ത്രില്ലർ ഇഷ്ടപ്പെടുന്നു. എനിക്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ജോൺ ത്രില്ലർ ആണ്. ആ. പക്ഷെ ഇത്ര ഒരു ചെറിയ കുട്ടി അത് പറയുന്നതിൽ ഭയങ്കര സന്തോഷം. അടിപൊളി. മോള് കാണുമോ? തിയേറ്ററിൽ പോയിട്ട് കാണുമോ? ഞാൻ കാണും. പിന്നെ സോ സ്വീറ്റ്. ഓക്കെ എം ജെ സാർ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. ഉം. അത് ഞാൻ ഒരു ലൈൻ പറയും, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാന്ന് പറയണം. ഞാൻ തന്നെ പറയണോ? കുഴപ്പമില്ല, ആർക്ക് വേണേലും പറയാം. ഓക്കെ. ആർക്കാണോ ആദ്യം കിട്ടുന്നത് അത് പറ. ഇവർക്ക് രണ്ടാൾക്ക് പറയാമോ? പിന്നെ പറയാം. അല്ല അത് പറ്റത്തില്ല. എന്താ അവര് പറഞ്ഞ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് അറിയാതുകൊണ്ട്. ഏ ഓ ആണോ? എന്നാ വേണ്ട, എന്നാ അവരടുത്ത് ചോദിച്ചോ. അപ്പൊ അനോമി റിലേറ്റഡ് ആണോ? ആയിരിക്കാം, അല്ലതായിരിക്കാം. ആയിരിക്കാതിരിക്കാം. ഓഹോ Everyone, everywhere wants to live. The rich wants to live. The poor wants to live. Nobody wants to die. കിട്ടിയോ? എല്ലാം കിട്ടി കിട്ടിയോ? കിട്ടി. ആ കിട്ടി. കിട്ടിപ്പോയി. എനിക്കും കിട്ടി. ബാക്കിയുടെ പറയട്ടെ. ആ. മനുഷ്യർക്ക് ഏറ്റവും ഭയമുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മരണം. മരണം. I don't know why I'm laughing. നമുക്ക് ചിരി വന്നിട്ടേ. ആ ബാക്കി ആ, എന്നിട്ട് എന്നിട്ട് പോരട്ടെ. ബാക്കി ഞാൻ പറയുന്നില്ല. ഇപ്പൊ ട്രെയിലർ കണ്ടേ ഉള്ളൂ അനോമിയുടെ. അതെ. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയണ്ടായിരുന്നു. അതുപോലെ കാണാതെ പഠിച്ച് പറഞ്ഞു കാണാം. ആ ഇതെങ്ങനെ പഠിച്ചു ഇതൊക്കെ? അതൊക്കെ സിമ്പിൾ, ഒറ്റ മിനിറ്റ് കൊണ്ട് പിടിച്ചു. ആണോ? ഒറ്റ മിനിറ്റ് കൊണ്ട് പഠിച്ചു. So fast. അതെ ഒരു ട്രെയിലർ ഉണ്ടാക്കുന്നതിന്റെ ക്യാച്ച് അതാണ്. യെസ് യെസ് യെസ്. ദാറ്റ് വാസ് വെരി ഗുഡ്. ജുവല് ഫസ്റ്റ് ഷോ തന്നെ പോയി കാണും തോന്നുന്നു ഈ ലക്ഷണം കണ്ടിട്ട്. പിന്നെ ഞാൻ ഇപ്പൊ ഇറങ്ങാൻ നോക്കിയിരിക്കുക. ആണോ? ജ്വലിനെ ശരിക്കും നമ്മുടെ ഡയറക്ടർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം, റിയാസിന്. കാരണം പറ്റിയൊരു ക്യാരക്ടർ അടുത്ത ഒരു ത്രില്ലർ ഫിലിമിൽ റിയാസിന്റെ അടുത്ത് റെഡിയാക്കാൻ പറയണം. അതെ 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 അത് കൊള്ളാടാ. You really do that? I'll do that for you. ഡബ് ചെയ്യാനും കൊണ്ടോക്കോ പറഞ്ഞു കേട്ടില്ലേ? എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? സോ ഫ്രം വൺ ത്രില്ലർ മൂവി ലവർ ടു അനദർ ഞാൻ പറഞ്ഞിരിക്കും. 100% പറഞ്ഞിരിക്കും. I almost love acting as much as I love ഓ singing. ദാറ്റ് Almost, ഓക്കെ, okay, almost. ഡെഫിനറ്റ്ലി ഐ ഡു ദാറ്റ്. ഞാൻ റിയാസിന്റെ അടുത്ത് എന്തായാലും പറയും, ഉറപ്പായിട്ട്. ഇപ്പൊ ഇത് കഴിഞ്ഞോണ്ട് ഞാൻ വിളിച്ചു പറയും. ചേച്ചി മറക്കല്ലേ? മറക്കില്ല. ഓൾ ദ ബെസ്റ്റ്. Thank you. All the ഉടുപ്പ് best. കലക്കിയിട്ടുണ്ട് കേട്ടോ. Thank you.
വെരി ഗുഡ് ജുവൽ കുട്ടി, വെരി ഗുഡ്. വെരി നൈസ്. ജുവൽ മേരി റേജി എന്തോ സർ. മിടിക്കുക, താങ്ക് യു സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. കുറെ ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. എനിക്ക് ഫസ്റ്റ് പല്ലവിയേക്കാൾ ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് പല്ലവിയാണ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ണിക്കിനാവിൻ രണ്ടാമത്തെ, ആദ്യത്തെ ഒക്കെ ആയിരുന്നു, രണ്ടാമത്തെ ഉണ്ണിക്കിനാവിൻ കുറച്ചൊന്ന് ഫ്ലാറ്റായി. ചാലിച്ചു അതും കുറച്ചൊന്ന് സ്ലിപ്പായി, കറക്റ്റായിട്ട് വന്നില്ല. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സൂപ്പറായി. ലാസ്റ്റ് പല്ലവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജുവൽ കോട്സ് എന്തോ സർ. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യുന്നില്ലേ? ഇത് മാത്രമല്ല, ഇതൊരു നൊസ്റ്റു പാട്ടാണ്. പിന്നെ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ദ ഫ്ലൈറ്റ് ഓഫ് ഇമാജിനേഷൻ. അതെന്താണ് സംഭവം? ഇമാജിനേഷന്റെ ഫ്ലൈറ്റ്. ഇമാജിനേഷൻ പറക്കണം. ചെറിയ ഓൾട്ടിറ്റ്യൂഡിലൊന്നും പോരാ, നല്ല height. നല്ല ഹൈറ്റിൽ പറക്കണം. വിത്തൗട്ട് ടർബുലൻസ്. ഒരു ടർബുലൻസ് ഇല്ല. അതിന് പറക്കാനായിട്ടുള്ള ഇടം ജോൺ സൈഡിന് ഇതിനകത്ത് തന്നിട്ടുണ്ട്. എവിടെയാണത്? Yes. ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തേണ്ട ഡെസ്റ്റിനേഷൻ ഏതാണ്? പരപരപം പം പം. അതാണ് ഡെസ്റ്റിനേഷൻ. അതാണ് നമ്മുടെ എയർപോർട്ട്. പറഞ്ഞു മനസ്സിലായോ? അപ്പോ നമ്മള് പാടി പാടി ആ ഓൾട്ടിറ്റ്യൂഡിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് അവിടെ കൊണ്ടിറക്കണം. അപ്പൊ ഈ ഫ്ലൈറ്റ് ഓഫ് ഇമാജിനേഷൻ ഒരു ആർട്ടിസ്റ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ശ്രുതി പ്രോബ്ലംസ് എനിക്ക് തോന്നിയിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ വെരി ഗുഡ് അറ്റംപ്റ്റ് ബൈ അവർ ഓൺ ജുവൽ കുട്ടി. നമ്മുടെ ജുവൽ മകളുടെ പാട്ട് എങ്ങനെയുണ്ട് ഭാവന? ഇപ്പൊ ജുവൽ നേരത്തെ പറഞ്ഞല്ലോ, ലൈക് ജുവലിനെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. അപ്പൊ ജുവലിനെ കൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുത്ത് വേണമെങ്കിൽ അഭിനയിപ്പിച്ചെടുക്കാം. മേ ബി നാച്ചുറലി ടാലന്റഡ് ആയിരിക്കും പെട്ടെന്ന്. പക്ഷെ ഞാനിനി എന്ത് ചെയ്താലും എനിക്ക് ഒരിക്കലും ഇതുപോലെ പാടാൻ പറ്റൂല. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. എനിക്ക് ആക്ടിങ്ങിനേക്കാളും ഒരു പടി മേലെ എനിക്കിഷ്ടം മ്യൂസിക് ആണ്. പക്ഷെ എനിക്ക് ആ ടാലന്റ് ഇല്ല. പക്ഷെ ഭയങ്കര ഒരു മ്യൂസിക് ലവറാണ്. ഒരു ടാലന്റഡ് സിംഗർ യു ആർ ആൻഡ് ഹൗ ബ്ലെസ്ഡ് ആർ യു. ബിക്കോസ് ഇത്രയ്ക്കും ടാലന്റഡ് ആയിട്ടുള്ള ജഡ്ജസ് ഇങ്ങനെ പറഞ്ഞു തന്ന് പിന്നെയും പിന്നെയും അത് തിരുത്തി മേലേക്ക് വരാന്ന് പറയുന്നത് യു ആർ ഓൾറെഡി ബ്ലെസ്ഡ്. അതിൻ്റെ കൂടെ ഇതൊരു എക്സ്ട്രാ ബോണസ് ബ്ലെസ്സിങ് ആണ്. ലവ്ഡ് യുവർ സിംഗിങ് ജുവൽ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കേട്ട് കൊതിച്ചിരിക്കുകയായിരുന്നു. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. താങ്ക് യു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തിട്ട്. എനിക്കിങ്ങനെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള ജാനകി മാം പാടിയിട്ടുള്ള പാട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആട്ടോ. ഇവര് പറയുന്ന ഈ ഇംപ്രവൈസേഷൻസ് ഒക്കെ എന്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവര് പറഞ്ഞു കൊടുക്കുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്കിത് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം താങ്ക് യു സോ മച്ച്. ജുവൽ കുട്ടി എന്തോ നല്ലൊരു പാട്ട്, നല്ല രസമായിട്ട് പാടി. പക്ഷെ ചേച്ചിയുടെ ചെറിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ പാട്ടിന്റെ ഇമോഷൻ അറിയോ? ഇറ്റ്സ് ഹാപ്പിനെസ്. ഹാപ്പിനെസ്. യു ഹാപ്പി? യെസ്. യു ഹാപ്പി വൈൽ സിംഗിങ്? യെസ്. ഡിഡ്ന്റ് ഫീൽ ദോ. മോൾക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് പാടായിരുന്നു തോന്നി. ഓക്കെ. അപ്പം ആ എൻജോയ്മെന്റ് വരുമ്പോൾ തന്നെ ആ ഒരു ഡൈനാമിക്സും വരും. ഉണ്ണിക്കിനാവിൻ ചുണ്ടൽ തൊട്ട് പാടിയില്ലേ, ആ ഭാഗം ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. അപ്പോഴാണ് കംപ്ലീറ്റ്ലി ഇന്നായത് മോള്. നെക്സ്റ്റ് ടൈം മോള് പാടുന്ന അടിപൊളിയായിട്ടാണ് പാടുന്നത്. കോൺഫിഡൻ്റ് ആയിട്ട് ആ ഒരു പാട്ട് എൻജോയ് ചെയ്ത് പാടാം. ടോപ്പ് ബാൻഡിനും വലിയൊരു കൈയടി. അതിമനോഹരമായി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് കരുതണ്ട. നിത്യയുടെ വോയിസിൽ നമുക്ക് പല്ലവി ഒന്ന് കേട്ടാലോ? അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആടിവാ കാറ്റി പാടിവാ കാറ്റി ആയിരം പൂക്കൾ നുള്ളിവാ. ആടിവാ കാറ്റി പാടിവാ കാറ്റി ആയിരം പൂക്കൾ നുള്ളിവാ. അണ്ടിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. കാണാ തിരുമുറിവുകളും തൂകും കുളിരമൃതായി. തിരുമുറിവുകളും തൂകും കുളിരമൃതായി. കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാ ലാ ലാ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. അണ്ടിപ്പൂമാനം പൊന്നു ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി Thank ഗുഡ്. you, സൂപ്പർ Vijay. സൂപ്പർ. സന്തോഷമായോ? അപ്പൊ അത് കണ്ടില്ലേ, ഇങ്ങനെ കളരവമായി
ഇങ്ങനെ ഫ്ലവർ ചെയ്യുന്നുണ്ടല്ലേ, അത് നമുക്ക് കൊണ്ടുവരണം കേട്ടോ. Okay. മാർക്ക് വേണ്ടേ? എത്ര വേണം? ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ജുവൽ കുട്ടി going to be awarded 96.75 on 100 today. അടുത്ത പ്രാവശ്യം പോയി എപ്പോഴും പറഞ്ഞാൽ നമുക്ക് കംബാക്ക് നടത്താം. ഓക്കെ, ബൈ. See you. ബൈ. ബൈ ബൈ. ഭാവന ചേച്ചി, ചേട്ടാ, ഞങ്ങൾക്ക് അനോമിയുടെ കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയണം. എന്നാ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? അല്ലെ അങ്ങനെ പേടിക്കുന്ന ഒരു ത്രില്ലർ ആണോ, അത് ഒരു ഫാമിലി എന്റർടൈനർ കം ത്രില്ലർ മൂവിയാണോ? ഫാമിലി എന്റർടൈനർ എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊരു പക്ക ത്രില്ലർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ആണ്. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട എലമെന്റ് അല്ല, കുറച്ചുകൂടി ത്രില്ല് അടിപ്പിക്കുന്ന എലമെന്റ്സ് കൂടുതൽ ഉണ്ടാവും. എനിക്ക് അതൊരു നമ്മളിങ്ങനെ എക്സ്പെക്ടേഷൻ വെച്ചിരിക്കുന്ന പോലെ വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഒരുവിധം എല്ലാ ഓഡിയൻസിനും ഇഷ്ടമുള്ള ഒരു ഫീലിംഗ് ആണ്. നമുക്കിപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ കഥ പോകുമ്പോ അതിലൊരു ത്രില്ല് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതല്ലാതെ പോകുമ്പോ ഉള്ള സർപ്രൈസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ ട്വിസ്റ്റ് ഒക്കെ ഉള്ള രസമുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? നമുക്ക് ഇത് ട്രെയിലർ കാണുമ്പോൾ അത് അറിയാൻ തോന്നും. നമ്മൾ കൊച്ചിനായിരുന്നു മെജോറിറ്റി പോർഷൻസ് ഒക്കെ. പിന്നെ കൊച്ചിനിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ പൊള്ളാച്ചി, പിന്നെ ഷെബിന്റെ കുറച്ച് പോർഷൻസ് മുംബൈയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കൊടൈക്കനാൽ. പിന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയുള്ള പോലെ തന്നെ റഹ്മാൻ സാറിനെ ഒത്തിരി നാൾക്ക് ശേഷമാണല്ലോ നമ്മളൊരു മലയാളം മൂവിയിൽ ഇങ്ങനെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ആയിട്ട് കാണുന്നത്. ഭാവന ചേച്ചിയും ഓഫ് കോഴ്സ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനെ പറ്റി എന്താണ് സാറിന്റെ ഒരു മലയാളത്തിലേക്ക് വീണ്ടും ഒരു കംബാക്ക്? എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് മലയാളം ഫിലിംസ് ഇടയ്ക്കിടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഗ്യാപ്പ് എടുത്തെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളിപ്പോ 80s 90s കണ്ടു വരുന്ന ഒരു ക്യാരക്ടർ ഒരു ആർച്ചയായിരിക്കില്ല അദ്ദേഹത്തിന്റെ ഈ സിനിമയിലെ ക്യാരക്ടർ. ജിബ്രൻ എന്നൊരു പോലീസ് ഓഫീസറാണ്. ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഈവൻ പെർഫോമൻസ് ആണെങ്കിലൊക്കെ ഒരു കുറച്ച് വേറൊരു രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതും ഓഡിയൻസിന് ഒരു നല്ലൊരു അനുഭവമായിരിക്കും. ഓഡിയൻസിന്റെ അടുത്ത് എന്താ ചേച്ചി പറയാനുള്ളത് സ്പെഷ്യൽ ആയിട്ട്? തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ചെറിയ സൈഫൈ എലമെന്റ് ഉണ്ട് ഈ പടത്തില്. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു VFXന്റെ ഒരു അനുഭവം നമ്മൾ തിയേറ്ററിൽ ടെക്നിക്കലി കുറെ സംഭവങ്ങളുണ്ട്. അതെ, പിന്നെ സൗണ്ട് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞൊരു പുതിയ സൗണ്ട് ഡിസൈൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു സൗണ്ട് സോഫ്റ്റ്വെയർ ഡിസൈൻ. അതിൽ ഈ ഹോളിവുഡ് ഫിലിംസ് ഓപ്പൺഹൈമർ, ഡ്യൂൺ, അതുപോലെ വെപ്പൺസ് ഒക്കെ പോലെ പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൗണ്ട് സോഫ്റ്റ്വെയർ ആണ്. അത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അനോമിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് അവരുടെ ഒഫീഷ്യൽ പേജ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. സൗണ്ട് പാർട്ടിക്കിൾസിന്റെ ഒഫീഷ്യൽ പേജ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഒരു എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഭയങ്കര രസമായിരിക്കും. ഈവൻ സൈലൻസ് വരെ വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരിക്കും അതിന്റെ ഒരു ഭംഗി. മധുങ്കൾ, നമ്മൾ ഇനി ഒത്തിരി ബ്ലാ 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 അതെ നമ്മളും പറയാൻ പോവാണ്. ആണ് ഉറപ്പായിട്ടും. ഇതാണ് നമ്മുടെ നവനീത് കുട്ടനെത്താണ്. ലെറ്റ്സ് വെൽക്കം നവനീത് ഓൺ സ്റ്റേജ്. ഓ ബിഗ് ബോയ്. ഭാവന ചേച്ചി, ഒരു കൊട്ടയുണ്ട്. ഒരു സാധനം പൂക്കളാണോ? പൂക്കൂടെയാണോ? അല്ല, പിന്നെ മൊട്ടായി. അതില് വേറൊരു സാധനം. ഇത് എന്റെ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ആണോ? അയ്യപ്പന്റെ അന്നത്തെ ദിവസം എന്റെ അമ്മ ജനിച്ച ദിവസം ജനുവരി 14 മകരവിളക്കിന്റെ അന്നോ? ആണോ? ഓ അത് ശരി. അന്നാണ് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തത്. അമ്മയാണ് വന്നിട്ടുമില്ല. അമ്മയ്ക്ക് 10ാം ക്ലാസ് ചേട്ടന്മാരുടെ ട്യൂഷൻ എടുക്കണം. അതോട് കുറച്ച് ബിസി ആയിരുന്നു ചേച്ചി. ഇനി ഞാൻ കൊടുക്കട്ടെ? കൊടുക്കാൻ കൂടെ. ആ രണ്ടുപേരെ കണ്ടോ? താങ്ക് യു നവനീത്. അമ്മയുടെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ പറഞ്ഞത് പറയോ? എനിക്ക് എത്ര ചോക്ലേറ്റ് എടുക്കാം? 3 എടുക്കാം. ഓക്കെ, 3. ചുമ്മാ നമ്മുടെ നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പൊ ഞങ്ങൾക്കൊന്നും ഇല്ലേ? അവർക്കൊന്നും വേണ്ട. എല്ലാവർക്കും വേണം ഇത്. അങ്കിളെല്ലാം എടുത്തു. ഇങ്ങനെ ചീത്തൊക്കെ ചാവല്ലേ അത്. അത് ചേച്ചിയുടെ കയ്യിലേക്ക് ഇതൊക്കെ പിടിച്ചെന്ന് ഒരു സാധനം എടുത്തോ. ആ മൈക്കും കൂടെ മേടിച്ചു. ഭാഗ്യം. മീനൂട്ടി ചേച്ചിക്ക്
കൊടുത്തില്ലല്ലോ, അത് ഞാൻ മറന്നു. കണ്ടോ എന്നെ അപ്പൊ മറന്നുപോയി. എന്നാ, എടുത്തോ. നവനീത് കൂട്ടാ, ഏ? ഭാവന ചേച്ചിയുടെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആണോ? ഏതാ കണ്ട? CID മൂസ. ഇഷ്ടമാണോ? ഇഷ്ടം. എത്ര ഇഷ്ടം? 1000 million. ഓ മൈ 1000 ഓ million. ചേച്ചി 1000 million കണക്കുണ്ട്. അത് എത്ര വരും? അത് എത്ര വരും? അവിടുന്ന് ഇവിടെ അവിടുന്ന് വരെ. ഓ, അതോട്ട് ഇതുവരെ അത്രേ ഇഷ്ടം. ഉള്ളോ? ഇതും വരെ. ആ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് അവന്റെ കണക്കിന് വലുതാ. അതെ അതെ 1000 million അതെ 1000 million താങ്ക്സ് ആൻഡ് ഇഷ്ടം അങ്ങോട്ട്. താങ്ക് യു. ഈ ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ friend ആയി. ഏതോ ഒരു സിനിമയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഏതോ ഒരു സിനിമയിൽ വെച്ച് പടത്തില് കണ്ടിട്ടുണ്ട്. ആ ഏതോ ഒരു എവിടെയോ സിനിമയിൽ അല്ലേ? വെച്ച്. കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് സിനിമയിൽ കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്. ഏതോ ഒരു സിനിമയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ പേരെന്താന്ന് എനിക്ക് അറിയില്ല. അതാണ് ആണോ? മറന്നും പോയി. ആ സിനിമയിൽ ആരായിരുന്നു ആ ഭീഷ്മയാണോ? ചേട്ടൻ? ഭീഷ്മയാണോ? യെസ്. യെസ് ആ. റൈറ്റ് ആൻസർ. വീട്ടില് അമ്മ എവിടെയാ ട്യൂഷൻ പഠിപ്പിക്കുന്നത്? വീടിന്റെ തൊട്ട് അടുക്കളയുടെ തൊട്ട് മതില് കഴിഞ്ഞിട്ട് അവിടെ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, പണിതിട്ടുണ്ട്. അവിടെയാണ്. അടുക്കളയുടെ മതില് കഴിഞ്ഞ് അവിടെയാണ് കാർ പാർക്ക് ചെയ്യുന്നത്. ആണോ? പക്ഷെ റോഡ് പണി എന്ന കാരണം ഞങ്ങളെ കാറ് ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് കുറച്ച് ദൂരം കാട്ടിക്കൂടെ നടന്ന് അതിന്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. ആ. ആ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടാണ് ഞങ്ങള് വണ്ടി ഇടാറ്. കാട്ടിൽ കൂടെ പോവോ? കാട്ടിൽ കൂടെ ഓ പോകും. കാട്ടിക്കൂടെ പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞ് ആണോ? ഓ റെയിൽവേ പാലത്തിന്റെ തൊട്ടടുത്തുള്ള ചെറിയ കാട്. എന്തോ പറമ്പോ വെച്ചാണ് നമ്മള് വലിയ കാടൊക്കെ. കാട് കാട് ശരിക്കും തന്നെയാ. കാട്. ശരിക്കും കാട്. അവിടെ ആ മൃഗങ്ങളുണ്ടോ? കാട്ടിൽ എന്തൊക്കെയുണ്ട്? മൃഗങ്ങളില്ല, ആ മൃഗങ്ങളില്ലാത്ത കാടാണ്. പക്ഷിയുണ്ട്. പക്ഷികളുണ്ട്. ആ പക്ഷികളുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ. എന്തൊക്കെ പക്ഷി ഉണ്ടായിരിക്കും ഏകദേശം? ക്രോ, ക്രോ, പിന്നെ കോഴി, യെല്ലോ 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 ബേർഡ്, അതേത് യെല്ലോ യെല്ലോ ബേർഡ്? ബേർഡ്സ്. മഞ്ഞക്കിളിയുടെ ആ, ആ, ഓ, അതാണ് മഞ്ഞക്കിളി. മൂളിപ്പാട്ടുണ്ട്. ആ, ഓ ആ മഞ്ഞക്കിളി. ഓക്കെ. ഫ്രോഗ് ഉണ്ടോ? ഫ്രോഗ്? ഫ്രോഗ് അതിന്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. അതിന്റെ അവിടെ നിന്ന് റോട്ടിൽ കൂടെ നടന്ന് ഇപ്പുറത്തെ സൈഡില് ഒരു നേരെ ഒരു പാളമുണ്ട്. അതിന്റെ അടിയിലാണ് റോഡ്. അവിടെയാണ് ഫ്രോഗ്സ് ഉള്ളത്. അവിടെയാണ് Frog. ഫ്രോഗ്, സ്നേക്ക്. എല്ലാം നോക്കി വെച്ചേക്കാണ് അപ്പൊ. സ്നേക്ക് അതൊക്കെ കാണണമെങ്കിൽ അവിടെ പോണം. എന്താണെന്നറിയോ, ഞങ്ങൾ ഒരു ദിവസം നോക്കിയപ്പോ ചേരപ്പാമ്പ് ഇങ്ങനെ പോയിട്ട് വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോയായിരുന്നു. ആണോ? അയ്യയ്യോ. ഓ അത് ശരി. ഈ ഭാവന ചേച്ചിയുടെ വീട്ടിലുണ്ട് കൊറേ സ്നേക്ക് വളർത്തുന്നുണ്ട് അവര്. സത്യം പറ, ഞങ്ങളെ വീടിന്റെ അകത്തല്ല, പുറത്തൊക്കെ കാണാം. പുറത്തൊക്കെ ഇങ്ങനെ. അവിടെ ഇവിടെയൊക്കെ. അനാക്കോണ്ട ഉണ്ടോ? അനാക്കോണ്ട ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഉണ്ടോന്ന് എനിക്കറിയില്ല. പുറത്തങ്ങനെ പോയി നോക്കാറില്ല. ഞാൻ പറഞ്ഞത് തോടിന്റെ അടിയിൽ കയറി പോയത് നീർക്കോലിയാ. ആ നീർക്കോലി. ഞങ്ങളുടെ ഞാനും വിചാരിച്ചു ചേര ഇങ്ങനെ വെള്ളത്തിനടി കൂടെ പോണെന്ന് വിചാരിച്ചു. ചേര ഞങ്ങളുടെ വീടിന്റെ ഗാർഡനിലാ വന്നത്. ആണല്ലേ? ഓ എന്നിട്ട് അതിനെ കീരി പിടിച്ച് കടിച്ചു. ഹലോ ഹലോ ആ. പ്ലീസ് 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 അവൻ എത്താറായി. പ്ലീസ് പ്ലീസ് അവിടേക്ക് എത്താറായി. അമ്മ എവിടെ ഇരുന്നാണ് ട്യൂഷൻ പഠിപ്പിക്കുന്നത്? പ്ലീസ്. പറഞ്ഞ സ്ഥലത്ത് തന്നെ കാർ പാർക്കിങ്ങിന്റെ പുറകില് ആ. അവിടെയാണ് ടേബിളും കസേരയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അവിടെയാണ് എന്റെ അമ്മ പഠിപ്പിക്കുന്നത്. ഹൈപ്പറായി. അല്ല കഴിഞ്ഞ തവണ ബാബുസ്വാമി വരും പറഞ്ഞായിരുന്നല്ലോ. ആ അത് ഇന്ന് കാണിക്കണ്ടല്ലോ. ഇന്ന് കാണിക്കണ്ടല്ലോ. കാണിക്കുന്നുണ്ടോ? ആടാ എവിടെ കാണിച്ചു? പദങ്ങളുടെ സന്തോഷാവും. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. ആ. പിന്നെ ബാബുസ്വാമി അങ്ങനെയല്ല ബാബുസ്വാമി. ബാബുസ്വാമി ആ എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം. ആ അദ്ദേഹം എന്റെ ക്ഷേത്രത്തിൽ എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു ഉം. ബാബുസ്വാമി. ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോഴേ ഇത്രേ ഉള്ളൂ. ചിലപ്പോ എനിക്ക് പർഷമിയാണെന്നാ തോന്നുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കും. പിന്നെ ഇല്ലേ ഒരു കാര്യം പറയാം. ഹലോ ഇവിടെ എന്തിനാ വന്ന്? പാട്ട് പാടാൻ. അപ്പൊ പാട്. വേണ്ടേ? അത് പിന്നെയും എന്തെല്ലാം ചോദിച്ചോണ്ടിരിക്കുന്ന അന്നത്തെ എപ്പിസോഡ് തന്നെ ചോദിച്ചതല്ലേ, പിന്നെ എന്തിനാ പിന്നെയും ചോദിക്കുന്നത്? അയ്യോ ഐ എം സോറി. പാട്ട് പാടണ്ടേ? പാട്ട് പാടാവോ? ആ. പ്ലീസ്. പ്ലീസ്. റെഡിയല്ലേ? ഏത് പാട്ടാണ്? റംപം പം ഡരടം. അത് റംപമ്പമാണ്. അപ്പത്തിന്റെ പാട്ട്. അന്ന് ഈ അങ്കിളില്ലേ, ആ. ഈ ഇങ്ങനെ അടിക്കുന്ന അങ്കിള്, ഇതാ അങ്കിള്. അതെ ആ, അടിക്കുന്ന ഇങ്ങനെ അങ്കിൾ. ഒരു സാധനത്തിൽ ഇങ്ങനെ അതെ അതെ അതെ. അടിക്കുന്ന, റെനി ചേട്ടൻ. അങ്കിള്. റെനി അങ്കിൾ. ആ അങ്കിളില്ലേ, ആ അങ്കിള് എന്നോട് ചോദിച്ചായിരുന്നു നിനക്ക് എത്ര അപ്പം വേണ്ടേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു 8 അപ്പം വേണമെന്ന്. ആഹാ. കറി എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോ ഞാൻ പറയാൻ പോണ ഉത്തരം എന്താന്നറിയോ? എന്തായിരുന്നു? ചിക്കൻ, പാല്, ബീഫ്,
പൊറോട്ട. അപ്പത്തിന്റെ കൂടെയുള്ള കറി വെക്കുമ്പോ ഇതിന്റെ പൊറോട്ട പറഞ്ഞേ. പൊറോട്ട ഇല്ല, ആ. ചിക്കൻ, ബീഫ്, പാല് ഓക്കെ. അത് ഇറക്കി വിടാൻ. ഹലോ പ്ലീസ് ഒന്ന് പാടുവോ നമുക്ക് പാടുന്നതായിരിക്കും നല്ലത്. ഈ പാട്ട് മതി. പ്ലീസ്. ഏത് ഡീറ്റെയിൽസ് അറിയോ ഈ പാട്ടിന്റെ? അപ്പൊ കോമഡി വേണ്ടേ? കോമഡി നിങ്ങൾക്ക് കുറച്ച് കോമഡി comedy ആസ്വദിച്ചൂടെ? കോമഡി പറയണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ആര്? ഗ്രീൻ സൺ അങ്കിളും ജാക്കി അങ്കിളും. അയ്യോ, നിന്റെ അടുത്ത് പറഞ്ഞോ കോമഡി പറയണം ഇവിടെ വന്ന്. ഇവിടെ വന്നിട്ട് കോമഡി പറഞ്ഞിട്ട് എല്ലാവരും ചിരിപ്പിക്കണം. അതാണ് ഇങ്ങനെ എല്ലാരും ചിരിപ്പിക്കണേ. അപ്പൊ അവനറിയാവോ കോമഡിയാണ്? ഇവിടുന്ന് ഓടിപ്പോയിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കൂടുതലാണെന്ന് കുറവായി പോയി. ഇവിടെ ഒരു ഗ്രീൻ സൺ ഉണ്ടല്ലോ, ഇതാ ഓടിപ്പോയി. ഭാവന ചേച്ചി, ഇതാണ് നമ്മുടെ നവനീത്. ആ, ഇനി ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ, നിങ്ങക്ക് തന്നെ എല്ലാം ഒന്നും വേണ്ട. മനസ്സിലായി കാണും. ഇവിടെ ഇൻ ഹൗസ് എന്റർടൈൻമെന്റ് ഉണ്ടല്ലോ. ഫ്രീ ഹൗസാ. ഇൻ ഹൗസ് എടാ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഭാഗ്യാണെന്ന് നമ്മുടെ. അപ്പൊ നമുക്കൊരു പാട്ട് പാടാം. ഓക്കെ. ഡീറ്റെയിൽസ് വർഷം 1992, ഫിലിം ഡാഡി. പിന്നെ ഒരു കാര്യം പറയാം, എന്റെ അച്ഛന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. 1992 ഫിലിം ഡാഡി, റിലിക്സ് ബിച്ചു തിരുമല സാർ, മ്യൂസിക് SP വെങ്കടേഷ് സാർ, പാടിയത് യേശുദാസ് അങ്കിൾ ആൻഡ് ചിത്രാഞ്ജി. വെരി ഗുഡ്. പാടാം. നമുക്കൊരു പാട്ട് പാടാം. All the best. താങ്ക് യു. ഇത് കൊടുത്തേക്കാവേ അവർക്ക്. ആ pam
സൂപ്പർ സൂപ്പർ എക്സലന്റ്. ഞാൻ വലിയ കണ്ടക്ടേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ബേൺസ്റ്റീൻ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ കണ്ടക്ടർ ഓഫ് ദ ഓർക്കസ്ട്ര. എന്തൊക്കെയാ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്? കറക്റ്റ് ടൈമിംഗ് ആയിട്ട് എന്റെ അമ്മൂമ്മ പഠിപ്പിച്ചിരുന്നതാ. നിത്യ മാമൻ ചേച്ചി എന്ന് പറഞ്ഞ നിത്യ മാമൻ എന്ന് പറഞ്ഞ അങ്കിളും നല്ലേ ശരിക്കും പറഞ്ഞു. ചേച്ചി ഒന്ന് വിവരിക്കൂ ചേച്ചി. മാമൻ എന്ന് പറഞ്ഞ അങ്കിളല്ലേ, പക്ഷെ എന്തിനാ അങ്ങനെ പേരിട്ടെ? നിത്യ കൃഷ്ണകുമാർ എന്നിട്ടാ പോരെ. കൃഷ്ണകുമാറിനെ എവിടെ പോയി തപ്പിപ്പിടിക്കുന്നു കൃഷ്ണകുമാർ? അത് ഞാൻ നിത്യ ചേച്ചിക്ക് ഇട്ട പേരാ. അത് വെറുതെ ഇരുന്നോട്ടെ എന്നൊരു ഇൻഷ്യൽ വെറുതെ. മാമൻ എന്ന് പറഞ്ഞ എന്റെ ഫാദറിന്റെ പേരാ, എന്റെ പപ്പയുടെ പേരാ മാമൻ. മാമന്നാ? അതെ, റിയൽ ആയിട്ടോ? റിയൽ ആയിട്ട്. പേരിടുമെന്നാണ് കൊച്ചു ചിന്തിക്കുന്നത്. അതെന്തിനാ അങ്ങനത്തെ ഒരു പേരിട്ടത് എല്ലാവർക്കും? എന്താ ചെയ്യാ, പപ്പയോട് ചോദിക്കാം. പപ്പയുടെ പപ്പേനോട് ചോദിക്കോ എന്തിനാ അങ്ങനത്തെ പേരിട്ടേന്ന്. അടുത്ത തവണ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചിട്ട് വരാട്ടോ. ഓക്കെ, പറയാം. ഒരു സാധനം കാണിച്ചേർന്നാ. ഒരു സാധനം മാത്രമല്ല. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇവർ രണ്ടുപേര് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ഇവിടെ വന്നതല്ലേ, അപ്പൊ നമുക്ക് ചോദിക്കണ്ടേ ഇത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അതെ, നമുക്കിത് കാണിക്കാം. ഭാവന ചേച്ചിയോട് ചോദിക്കാം എന്റെ പാട്ട് ഇഷ്ടായോ. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനേക്കാളും മോനെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ട് ഭാവിയിലെ ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ ആവാനുള്ള എല്ലാ ബോഡി ലാംഗ്വേജും എല്ലാ ആക്ഷൻസും അടിപൊളിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. ഒരു ട്രീറ്റ് അല്ലായിരുന്നോ? പിന്നെ അടിപൊളിയാണ് ശരിക്കും. ഇനി എന്താ കാണിക്കാൻ വന്നേ? ഞാൻ കാണിച്ചു തരാം. എന്താന്നറിയോ, ഞാൻ കാണിക്കാൻ പോയിരുന്നത് ഈ പോക്കറ്റ് കാണിച്ച പോക്കറ്റ് ആയിരുന്നു എം ജെ അങ്കിൾ. എന്റെ കൈ കൂടെ ഇപ്പുറത്തെ കൈ പുറത്ത്. ഓ സൂപ്പർ, മാജിക് തന്നെ. ഇത് തണുപ്പത്തുള്ള ഡ്രസ് അല്ലേ? അല്ലേ? അതെ. അപ്പൊ അസലായിട്ട് പാടിയ എങ്ങനെയാണ്? ഒരട്ടങ്ങനെ ഒരു മധുരമഴ. പുറോട്ട് പോയി. നീ പെയ്യുമോ? പാട്ടാക്കി നിത്യ ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ. താങ്ക് യു. കൊട്ട കൊണ്ടുവന്നായിരുന്നു, അതിപ്പോ യൂസ് ചെയ്യാൻ പറ്റും. സ്പീഡും ഒക്കെ ചേട്ടാ വേണമെങ്കിൽ പെറുക്കാട്ടോ. വേണോ? പറക്കണന്റെ സ്പീഡ് കണ്ട കുറച്ചു മുമ്പ് വന്നവരൊക്കെ മറ്റേ കൊട്ടയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ കൊട്ട കൊണ്ടുവന്നതിന്റെ വേറൊരു ഈ പോക്കറ്റിൽ ഇട്ടോടാ, ആ ഹുഡിയിലേക്ക് ഇട്ടോ, ഇതിനുള്ളിൽ ഇട്ടോ. അതിലെട്ടപ്പുറത്തോടെ പോവും. ഇങ്ങനെ പിടിച്ചു പോണെന്ന് മാത്രം. അത് കൊള്ളാലേ, പുറകില് ആ ഹുഡിയിൽ ഇട്ടാ മതി. മതിയില്ലേ? ഇനി അവർക്ക് ഓരോരുത്തർ ഇവിടെ രണ്ടുപേര് ഭാവന ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് എസ്പെഷ്യലി ഭാവന ചേച്ചിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ടാൾക്കാരുണ്ട്. എന്തോ ഒരു സമ്മാനം ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്താണ് സാധനം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ടുപേരെത്താണ്. നമ്മുടെ എസ്തർ കുട്ടിയും അനുഷ്ക കുട്ടിയും വരുന്നുണ്ട് കേട്ടോ. വിളിക്കാം അല്ലേ? കണ്ടോ ഭാവന ചേച്ചി? ഓ കണ്ടു. ഹാപ്പി അല്ലേ? എന്താ സമ്മാനം? അതാ ഞങ്ങൾക്ക് അറിയണ്ടേ. ഭാവന ചേച്ചി വരുന്നുണ്ടെന്ന് കുറച്ചു മുന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോ ഒരു ചെറിയൊരു സമ്മാനം, ഒരു പാട്ട്. ചേച്ചിയുടെ കുറച്ച് സിനിമകളൊക്കെ കണ്ട് അതിലെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ പഠിച്ച് ഒരു ചെറിയ പാട്ട്. ഇതിൽ ആരാ അനുഷ്ക, ആരാ എസ്തർ? ഞാൻ അനുഷ്ക. ഞാൻ എസ്തർ. രണ്ടുപേരും ഭയങ്കര പ്രത്യേകട്ടോ കാണാൻ. ഞങ്ങള് പാട്ട് ഉണ്ടാക്കിയതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? നമ്മളും തൃശ്ശൂരാരാ. അതെ അതെ അതെ, തൃശ്ശൂർക്കാരാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ സമ്മാനമാണ്. ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാം. എത്തിയാ? ഞാൻ അവിടെ കാത്തുനിന്നപ്പോ വന്നില്ല. കടയിൽ അരി മേടിക്കാൻ പോയപ്പോഴാ കണ്ടേ വന്നു. ഇത് പറഞ്ഞ് നമ്മളിൽ പരിമളം പടർത്തി തിളക്കത്തിൽ തിളങ്ങി അവിടുന്ന് ക്രോണിക് ബാച്ചിലർ, സിഐഡി മൂസ, ചാന്തുപൊട്ട്, ഹബ്ബ. പിന്നെ എനിക്കും പിടിച്ചിരിക്കണം കേട്ടോ. മുഷിയില്ല, ഒട്ടും മുഷിയില്ല. സ്വപ്നക്കൂടിൽ മനസ്സിൽ കയറി തമിഴ് ചിത്തിരം പേസി ദീപാവലിയായി
ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു പിടി നല്ല സിനിമകൾ. പക്ഷെ എല്ലാം ക്ഷമിക്കും. കുടിവെള്ളത്തെ തുപ്പിട്ടത് അത് മാത്രം ക്ഷമിക്കില്ല എന്ന് പറഞ്ഞില്ലതാ തലയായി അവൾ വീശി. എണ്ണിത്തുടങ്ങാം. 1 2 3 4 ടോട്ടൽ 89 films. Are you ready? Yes. Today we are reintroducing Bhavana Menon and Enomi. Best wishes from Team Top Singer. ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതായിരുന്നു അല്ലേ? അതെ. ഞാൻ വിചാരിച്ചു ഇവര് ചേച്ചിയുടെ ഏതോ സിനിമയിലെ പാട്ട് പാടാൻ പോവായിരുന്നു എന്ന്. ഇത് എന്റെ കൊറേ സിനിമയുടെ പേരും അതില് Dialogues ഉം. ഡയലോഗ്സും ഒക്കെ. ഓ സോ സ്വീറ്റ് ഓഫ് യു ബോത്ത്. ഭയങ്കര കൈൻഡ് ജസ്റ്റർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. ചെറിയൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ചേച്ചിനെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. ഡെഫിനറ്റ്ലി ഐ ഓൺലി. ചേച്ചി നമുക്ക് അടുത്ത ആളെ വിളിച്ചാലോ? അടുത്ത ആളെ ഞാൻ കാണാൻ കാത്തിരിക്കുന്ന ഒരാളാണ്. ആണോ? കാരണം ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. സുഭദ്ര എന്നാണ് ശരിക്കുള്ള പേര്. എന്നാൽ പോലും നമ്മുടെ ടോപ്പ് സിംഗറിലെ കുഞ്ഞാറ്റയാണ്. അതെ, കുഞ്ഞാറ്റ കിളിയാണ്. അതെ അതെ. എവിടെ പോയാലും സ്പെഷ്യലി പ്രോഗ്രാംസിന് പോവാണെങ്കിലും സോഷ്യൽ മീഡിയ നോക്കിയാലും എപ്പോഴും നമ്മുടെ കുഞ്ഞാറ്റയുടെ പാട്ട് കേൾക്കാം. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അപ്പൊ കുഞ്ഞാറ്റ കിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ. MJ അങ്കിൾ നമുക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ള റൗണ്ടാണ് ചിരിച്ചിരി റൗണ്ട്. എങ്ങനെയാണോ ചിരി ചിരി ഞാൻ അട്ടഹസിക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ അട്ടഹസിക്കാൻ ചിരി എങ്ങനെയാണ്? ചിരി അതെ, പണ്ടോട്ടെ അങ്ങനെ കഥകളിലൊക്കെ വായിച്ചിട്ടില്ലേ? ഹാ 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 അങ്ങനെയാണ്. MJ അങ്കിൾ അട്ടഹസിക്ക്. ഓ മധുവങ്ങളൊന്ന് അട്ടഹസി. ഞാനോ? നിത്യമാമൻ. ഇനി ചേച്ചി അട്ടഹസിക്ക്. സന്തോഷമായി മൊത്തത്തില്. ഇനി കണ്ടോണ്ടിരിക്കുന്ന എല്ലാരും ഒന്ന് അട്ടഹസിച്ചേ. ഇനി നമുക്ക് വേറൊരാളെ അട്ടഹസിക്കാനായിട്ട് വിളിക്കാം. ഇതാണ് നമ്മുടെ ചിരിച്ചിരി റൗണ്ട്. ചിരിച്ചിരി റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ കുഞ്ഞാറ്റ കിളി എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം കുഞ്ഞാറ്റ ഓൺ സ്റ്റേജ്. കുഞ്ഞാറ്റനെ കാണാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിത്യ ചേച്ചി. ഞാനും അടിപൊളി ഉടുപ്പാണല്ലോ. ഒരു പുഷ്പിച്ച് നിൽക്കുക. സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രസ്സാണല്ലോ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എനിക്ക് ഒരു റെക്കോർഡിംഗ് ഉണ്ടായി. ഇപ്പൊ ബിസി ആയപ്പോ ആള് ഈ വേദിയൊക്കെ വിട്ടു പോകരുത്. അങ്ങനെ പോവില്ല. അത് രാകേഷിന്റെ കൂടെ ഉള്ള റെക്കോർഡിംഗ് അല്ലേ? അതെ, ഞാൻ പറയാൻ വരും. എനിക്കറിയാത്. രാകേഷ് എന്താണ് എന്റെ കുഞ്ഞു മോനെ പോലെയാണ്. എന്റെ ശിഷ്യനായിട്ട് ചെന്നൈയിൽ ഉണ്ടായിരുന്നതാണ്. ജഡ്ജസിന് എല്ലാരും തിരക്കി എന്ന് പറയാൻ പറഞ്ഞു അവര്. എനിക്ക് രാകേഷ് ഫോട്ടോ ഇട്ട് തന്നു കേട്ടോ. കരിങ്കാളിയല്ലേ മ്യൂസിക് ചെയ്ത ഷൈജു അവറാൻ എന്ന് പറഞ്ഞൊരു സാറാണ് എന്റെ പാട്ടും മ്യൂസിക് ചെയ്തത്. ആ പാട്ട് എങ്ങനെയാ? ആ പാട്ട് നടൻപാട്ടാ. നടൻപാട്ട് എങ്ങനെയാ? കുറച്ചൊന്ന് പാടി. കരിവണ്ടേ കട്ടുറുമ്പേ മാനം മുട്ടിപ്പറക്കും പരുന്തേ, കരിവണ്ടേ കട്ടുറുമ്പേ മാനം മുട്ടിപ്പറക്കും പരുന്തേ, മഴവില്ല് വിരിഞ്ഞതിലാടി തുള്ളി തുള്ളി കളിക്കും മഴയേ, മഴവില്ല് വിരിഞ്ഞതിലാടി തുള്ളി തുള്ളി കളിക്കും മഴയേ, താതൃകത്തിന്തിമി തകതിന്തിമി, മഴവില്ല് വിരിഞ്ഞതിലാടി തുള്ളി തുള്ളി കളിക്കും മഴയേ. കുഞ്ഞാറ്റെ എല്ലാരും കൂടെ റാഞ്ചി എടുത്തോണ്ട് പോകണ്ട. ടോപ്പ് സിംഗർ കിട്ടൂലേ പിന്നെ കുഞ്ഞാറ്റെ? കുഞ്ഞാറ്റ പറയും ഇങ്ങനെ സോറി ടൈമില്ല, നോ ടൈം. കുഞ്ഞാറ്റിനെ ഇവിടെ വിളിച്ചു പറയാം അടുത്ത ഷെഡ്യൂളിൽ ഞാൻ ഇല്ലാട്ടാ, എനിക്ക് 2-3 റെക്കോർഡിംഗ് ഉണ്ട്. ഇല്ലാട്ടോ അങ്ങനെ നമ്മള് വിടത്തില്ല. ഞാനും പോവില്ല. പോയില്ലല്ലോ. അല്ല ഇവിടെ നിന്നാ ഇനിയും റെക്കോർഡിംഗ് കിട്ടും. അത് വേറെ. ഞാൻ പാടാൻ പോണ പാട്ട് ജയചന്ദ്രൻ സാർ മ്യൂസിക് ചെയ്തത്. അതിന്റെ വല്ല ആവശ്യമുണ്ടോ? വീണ്ടും MJ അങ്കിൾ
ഇന്ന് എം ജയചന്ദ്രൻ സാറാണ് ഇവിടെ സ്റ്റാർ ആയിട്ട് ഇവിടെ താരം. അതെ. അതെ. ചിരിചിരി റൗണ്ടിലെ സ്റ്റാർ അഞ്ചങ്ങളാണ്. ഏത് പാട്ടാണ്? ചക്കരമാവിന്റെ. മാമ്പഴം പോലത്തെ കുഞ്ഞാറ്റപ്പെണ്ണ്. താങ്ക് യു. നമുക്ക് ലിറിക്സ് മാറ്റാം. അതെ, അതെ, അത് പാടിയാൽ മതി. എത്തിയിട്ടും തൊട്ടില്ല, തൊട്ടിട്ടും എത്തിയില്ല അല്ലേ? എത്താ കൊമ്പത്തെ കൊമ്പിലെ തത്തപ്പെണ്ണ്. ഓക്കെ. ഡീറ്റെയിൽസ്. ഫിലിം അത്ഭുത ദ്വീപ്, വർഷം 2005, മ്യൂസിക് എം ജയചന്ദ്രൻ സാർ, ലിറിക്സ് കൈതപ്രം സാർ, പാടിയത് അലക്സ് സാർ. വേർഷൻ 2 ജ്വത്സന മാമും പാടിയിട്ടുണ്ട്. അപ്പൊ പോരട്ടെ, അങ്ങനെ പോരട്ടെ കുഞ്ഞാറ്റെ പോരട്ടെ. ഓക്കെ. ഓക്കെ. Wow.
കുഞ്ഞാറ്റക്കിളി എന്തോ നമ്മൾ ചിരി റൗണ്ട് തൂക്കി അല്ലേ? എല്ലാരെയും ചിരിപ്പിച്ചോ? പിന്നെ നിത്യ ചേച്ചിനോട് എനിക്ക് ചോദിക്കേണ്ടത്, ചിരിച്ചോ? ഓ ചിരിച്ചു, ഒരുപാട് ഇഷ്ടംപോലെ. ചിരിച്ചു. അതെ, ചിരിച്ചു ഡാൻസും ചെയ്തു. അതെ Let's wait for a grand performance അതെ. by Nithya Maman and Kunyata together. ആണോ? ഓ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് നിത്യ ചേച്ചി. ശരിയാണ്. അതെ. Nithya, എന്തോ what are you waiting for? ആ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങോട്ട് ഓ ചെല്ലട്ടെ. അങ്ങോട്ട് കുഞ്ഞാറ്റക്കിളി അങ്ങോട്ട് വരട്ടെ. വാ കുഞ്ഞാറ്റക്കിളി എന്തോ തകർത്തു. Okay, ready? 1, 2, 3, 4. ഇപ്പൊ കുഞ്ഞാറ്റ കറങ്ങി ഇവിടെ കിടന്നേനെ. മതിയേത് ഒരൊച്ച. എങ്ങനെയുണ്ടായിരുന്നു നിത്യ ചേച്ചി? Super പാട്ടും ആയിരുന്നു. ഡാൻസും ഞങ്ങളുടെ കുഞ്ഞാറ്റയും. കുഞ്ഞാറ്റക്കിളി തകർക്കല്ലേ ഇവിടെ. അടിപൊളിയല്ലേ? അതും സ്പെഷ്യലി വോയിസ് ടോൺ ആണ്. ഭയങ്കര രസമാണ് കേൾക്കാൻ. സ്പെഷ്യലി ഇന്നിയേഴ്സ് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു ടെക്സ്ചർ എല്ലാവർക്കും കിട്ടുന്ന ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇത്. ആൻഡ് ബ്യൂട്ടിഫുള്ളി പാടി നമ്മൾ. ചേച്ചി പക്ഷെ ഇന്നത്തെ നമ്മൾ ഈ പാട്ട് പാടിയത് MG സാറല്ലേ പറയണ്ട ആദ്യം. ഒരു രക്ഷയില്ല, എന്നാണ് പറയാനുള്ളത്. അതെ, ആഹാ, എന്റെ കരളിലോട്ട് കറങ്ങി എത്തിയതാരാ? ഞാനാ കുഞ്ഞാറ്റയാ അല്ലേ? ഈ കുട്ടന്റെ ഒത്തിരി സ്നേഹം എങ്ങനെയുണ്ട്? കൊള്ളാം. ആഹാ, ഇളം കരിക്കിന്റെ തുള്ളി പോലെ കറങ്ങി വന്നത് എങ്ങനെയാണ്? ഇളങ്കരിക്കിന്റെ കണ്ണു കുത്തുമ്പോ തെറിച്ചു തുള്ളണ മിണ്ടാ പെണ്ണോ പെണ്ണോ. അത് കൊള്ളായിരുന്നു. അത് കൊള്ളായിരുന്നു. താങ്ക് യു. അതെങ്ങനെയാണോ ഞാൻ ആഗ്രഹിച്ചത് അതുപോലെയാണ് പാടിയത് കേട്ടോ. ശരി, കുഞ്ഞാറ്റെ കൊണ്ട് പഠിപ്പിച്ചാൽ തരുന്നു കേട്ടോ. ഞാനത് പറയാൻ അപ്പൊ വരുമായിരുന്നു. അടുത്ത പാട്ടില് 2005 കുഞ്ഞാറ്റ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുട്ടൻചേട്ടൻ പാടിപ്പിച്ചാനെ. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യും പാട്ട് അല്ലേ? കുഞ്ഞാറ്റയുടെ voice വെച്ച്. അങ്ങനെ ഒരു വേർഷൻ ഇറക്കാം. ഒരു വേർഷൻ കുഞ്ഞാറ്റ വേർഷൻ 3.0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇറക്കാം. യെസ്, പുതിയ ഒരെണ്ണം. പുതിയ ഒരെണ്ണം. ചക്കരമാവിന്റെ ബൈ കുഞ്ഞാറ്റ. അതെ. വാ, വാ. അതെങ്ങനെ പാടിയ? ഒന്നുകൂടെ കേട്ടാ? എല്ലാവരും കേട്ടാ നമ്മുടെ കുഞ്ഞാറ്റയുടെ പാട്? പിന്നെ ആദ്യത്തെ ആ ഒരു ഭാഷയില്ലേ, ഭാഷ അത് ഞാൻ പറയാൻ വരുമായിരുന്നു. അത് ഒന്ന് കേൾക്കണം എന്ന് അതൊന്ന് തോന്നുന്നു. ഒന്നുകൂടെ കേട്ടാ കൊള്ളായിരുന്നു. ഈ കീ കാ പപ്പാജി കഹാ എന്നാണ് ഈ ഇതിൽ ലിറിക്സ് എഴുതി വെച്ചിരിക്കണേ. ആഹാ, ഇതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് പറഞ്ഞൂടാ. ഇതെങ്ങനെ വന്നു ഈ വാക്ക്? ചുമ്മാ ഒരു വാക്ക് ഉണ്ടാക്കിയതാണ് അല്ലേ? ഒരു ജിബ്രിസ് പോലെ. ഓക്കെ. ഇതില് പല വാക്കുകൾക്കും ഒരു അർത്ഥമില്ല. നമ്മൾ കൊടുക്കുന്ന അർത്ഥം തന്നെയാണ് അതിന്. തട്ട് തട്ടട തട്ടാളി, മുട്ടുമുട്ടട മുട്ടാളി, തട്ടിക്കോട് മുട്ടിക്കോട്, മുട്ടി തട്ടിക്കോട് ചോട്ടായി, അങ്ങനെയല്ലേ? അതൊന്നും പഠിക്കേ. തട്ട് തട്ടണ തട്ടാളി, മുട്ടുമുട്ടണ മുട്ടാളി, തട്ടിക്കോട് മുട്ടിക്കോട്, മുട്ടി തട്ടിക്കോട് ചോട്ടായി, ജമ്പുറുക്ക ജമ്പുറുക്ക, ജമ്പൊറിയൊര ജമ്പുറുക്ക, ജമ്പുറുക്ക ജമ്പുറുക്ക, ജമ്പക്ക് ജമ്പക്ക് ജമ്പുറുക്ക. എല്ലാ പാട്ട് പാടുമ്പോഴും ഇങ്ങനെ ഓരോ ഇത് മനസ്സിലുണ്ടാവില്ല. അങ്ങനെ ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോ എന്തായിരുന്നു മനസ്സില്? വെറൈറ്റി ഇതാണല്ലോ, ലിറിക്സ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട്. ഇതിന് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയേണ്ടത് വിനയൻ സാറിനാണ്. സാറിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അത്ഭുത ദ്വീപ്. അതില് അത്ഭുതകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ സംഭവിക്കും. അപ്പൊ അതില് പാട്ടുകൾക്കും അങ്ങനെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വേണം, ഫ്ലേവർ വേണമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടായത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ കൈതപ്പുറം സാറ് ഇതിലൊക്കെ എന്താണ് അങ്ങ് മേഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് ഈ പാട്ടിന് വളരെയധികം വലിയൊരു ശക്തിയാണ്. പിന്നെ ഇന്ന് കുഞ്ഞാറ്റ പാടിയത് ഒരു രക്ഷയില്ല. കുഞ്ഞാറ്റ എങ്ങനെയാണ് ഒരു പാട്ട് കൺസീവ് ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട് കുഞ്ഞാറ്റയ്ക്ക് ഒരു പാട്ട് കൊടുക്കണം എന്നുള്ളത്. അതിന് ഉള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് പാടാനായിട്ടുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ രണ്ടുപേരും പ്രാർത്ഥിച്ചില്ലേ? അപ്പൊ ഉടനെ തന്നെ മാനിഫെസ്റ്റിംഗ് ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടുണ്ടോ? നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ആഗ്രഹിച്ച്
ഇങ്ങനെ എഴുതി, ചിലരൊക്കെ എഴുതി വെക്കും. ദ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. അടുത്ത ആഴ്ച എനിക്ക് ഓസ്കാർ കിട്ടും എന്നൊക്കെ എഴുതി വെക്കും. പക്ഷെ അടുത്ത ആഴ്ച കിട്ടൂല, ചിലപ്പോ 10 വർഷം ചിലപ്പോ കിട്ടാതെയും പോകും. പക്ഷെ തരുന്നതിന് ഒരു സമയമുണ്ട്, ആ സമയത്ത് കിട്ടും. അതാണ്. അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കരുതട്ടെ, പാട്ടിന്റെ ഒരു ഓസ്കാർ ഏതെങ്കിലും ഒരു സമയത്ത് കിട്ടട്ടെ. താങ്ക് യു. കുഞ്ഞാറ്റക്കിളി എന്തോ എനിക്ക് പറയാനുള്ളത് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ തന്നെ പാടിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ പാടി. താങ്ക് യു. അതുകൊണ്ടാണ് അടുത്തൊരു വെർഷനെ പറ്റി ആലോചിക്കാൻ കാരണം. എല്ലാം ഇഷ്ടപ്പെട്ടു. ഒന്നുപോലും എനിക്ക് പറയാനില്ല, അതൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടുമില്ല. താങ്ക് യു. അസലായിട്ട് പാടി. താങ്ക് യു. ഇതിന് മധുവങ്ങളും പാടിയിട്ടുണ്ട് കേട്ടാ. ചിത്രാമ്മയും മധുവങ്ങളും ചേർന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്. ശ്യാമമോഹിനി പ്രേമയാമിനി ഋതുമതി പൂവിൻ സിരകളിലൂറും മധുകണം നീ തരുമോ ദേവഗായക ജീവനായക മധുമാസരാവിൻ കുളിരല ചൂടാ എന്നെയും കൊണ്ടുപോകൂ ശ്യാമമോഹിനി. നിത്യ ചേച്ചിക്ക് ഇനി എന്തെങ്കിലും? ഞാൻ പറഞ്ഞ പോലെ മോളുടെ ടോണാണ് നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെ മോള് പാടി. ആൻഡ് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. എന്റർടൈൻമെന്റും ഉണ്ട്, എന്റർടൈനിങ്ങും ആണ്. ചേച്ചി അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ പെർഫോം ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമ്മുടെ നിത്യക്ക് ഈ പാട്ട് പോലെ തന്നെ ഒരു സർപ്രൈസ് പോരട്ടെ. ആവാം. അപ്പം കുഞ്ഞാറ്റ ഈസ് ഗോയിങ് ടു ബി awarded 100 on 100 today. പോരട്ടെ ഒരു മധുരമഴ. എടുത്തോടാ കുഞ്ഞാറ്റെ. നിത്യ ചേച്ചി എടുത്തോ. മടിച്ചു നിൽക്കണ്ട, എടുത്തോളൂ. അതെ കുഴപ്പമില്ല. ആദ്യം ഒരു ചമ്മൽ കാണും നമുക്ക്, പിന്നെ ശരിയായിക്കോളും. ഞാൻ ചോക്ലേറ്റിന്റെ ആളാണ്, പക്ഷെ കുറയ്ക്കാൻ നോക്കുകയാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞോ ഏതാ വേണ്ടേ? ചോക്ലേറ്റ് ആണെങ്കിൽ ഡയറി മിൽക്കും 5 സ്റ്റാർ ഒക്കെ ഉണ്ട് അതിനകത്ത്. മധുചേട്ടൻ എന്താ വേണ്ടേ? എനിക്ക് ഡയറി മിൽക്ക്. സാറിന് 5 സ്റ്റാർ. 5 സ്റ്റാർ. ഓക്കെ. അത് മാത്രല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞാറ്റക്കിളിയാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. നമ്മുടെ കൊടുക്കാം, ഗിഫ്റ്റ് കൊടുക്കാം. നിത്യ ചേച്ചി തന്നെ കൊടുക്കാം അല്ലേ? അപ്പൊ നിത്യ ചേച്ചി നമ്മുടെ കുഞ്ഞാറ്റക്കിളിക്ക് കൊടുക്കാം നമുക്ക്. കുഞ്ഞാറ്റക്കിളിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ കുഞ്ഞാറ്റക്കിളി, താങ്ക് യു. ബൈ നിത്യ ചേച്ചി, താങ്ക് യു. അടുത്തതും 100 വാങ്ങണം കേട്ടോ. അപ്പൊ ചേച്ചി ചേട്ടാ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാ, ഭയങ്കര എൻജോയ്മെന്റും ഒത്തിരി നല്ല പാട്ടും കുട്ടി കുട്ടി പെർഫോമൻസുകളും കുറെ വർത്താനങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ വന്നത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും. അത് മാത്രമല്ല, അനോമി ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണും. ഇന്ന് എന്തായാലും നമ്മൾ തൽക്കാലത്തേക്ക് ടാറ്റ പറയാൻ പോവാണ്. അതിന് മുന്നേ പ്രേക്ഷകരുടെ അടുത്ത് നിങ്ങൾ പറയാനുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലവേഴ്സ് TV ആൻഡ് ടോപ്പ് സിംഗർ ഞങ്ങളെ ക്ഷണിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. കാരണം ഞാൻ പൊതുവേ എനിക്ക് ഇങ്ങനെ സിംഗിങ് റിയാലിറ്റി ഷോസിൽ ഇങ്ങനെ ഗസ്റ്റായിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ആസ് എ ലവർ ഓഫ് മ്യൂസിക് എനിക്കിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എനിക്കൊരു ഷെബിൻ ഫസ്റ്റ് ടൈം ആണ്. അതുകൊണ്ട് ഷെബിൻ എൻ്റെ അടുത്ത് പറയായിരുന്നു, എന്ത് രസം ഇങ്ങനെ കേൾക്കാൻ, ഇങ്ങനെ ലൈവ് ഓർക്കസ്ട്ര ലൈവ് പാട്ട് പാടുക, ജഡ്ജസ് ഇങ്ങനെ പറയാ. അത് എനിക്കൊക്കെ ഭയങ്കര, എത്ര വന്നാലും എനിക്ക് ബോറടിക്കില്ല, ഒരിക്കലും എനിക്ക് മടുക്കില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ആൻഡ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ മൂവിനെ പറ്റി സംസാരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുംബ പ്രേക്ഷകർ, ഒരു പക്ഷേ സോഷ്യൽ മീഡിയ അധികം ആക്റ്റീവ് അല്ലാത്ത ഒരുപാട് പേരിലേക്ക് എത്തുന്ന ഒരു റീച്ചാണ്. സോ ഡെഫിനറ്റ്ലി അനോമി ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും, ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യിക്കില്ല. സോ തീർച്ചയായിട്ടും
തിയേറ്ററിൽ പോയിട്ട് കാണുക, ബിക്കോസ് ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയായിരിക്കും. ഓക്കെ ഷെബിൻ ചേട്ടാ. എനിക്ക് ഫ്ലവേഴ്സ് ചാനലിനോടുള്ള നന്ദി അറിയിക്കും, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. എൻ്റെത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ. അപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഇങ്ങനെ ചേച്ചിനോട് പറയായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒന്ന് കൊച്ചു കുട്ടികളൊക്കെ ഒന്ന് ഇങ്ങനെ പാട്ട് പാടും, ഭയങ്കര രസമാണ്, ഭയങ്കര ക്യൂട്ടാണ്. അപ്പൊ ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം എന്റെയും നമ്മുടെ അനോമി ടീമിന്റെയും വക ടാറ്റാ ബൈ, സീ യു.